നോക്കിക്കോളൂ. എന്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ? 10 and 1/4 into 6 and 1/4. ഇരിക്കാം. സംശയം ചോദിച്ചവരും സംശയം ഇല്ലാത്തവരും എല്ലാം ബുക്കൊക്കെ അടച്ചു വെക്കുക, ബോർഡിലേക്ക് നോക്കി. ഈ 10 and 1/4 നമ്മൾ എങ്ങനെ എഴുതും? 10 plus 1/4 into 6 and 1/4. ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം പഠിച്ച ആരെ പോലെയാണ്? എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എ പോലെ. ഇതെങ്ങനെയായിരുന്നു ഗുണിക്കുന്നത്? എക്സ് ഇൻറ്റു യു എക്സ് യു, എക്സ് ഇൻറ്റു വി എക്സ് വി, വൈ ഇൻറ്റു യു വൈ യു, വൈ ഇൻറ്റു വി വൈ വി. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം 10 into 6 പ്ലസ് 10 into 1/4 പ്ലസ് 1/4 into 6 പ്ലസ് 1/4 into 1/4. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ സിത്താരെ? ഇതേ ഉള്ളു കാര്യം, വേറെ പ്രത്യേക കാര്യമൊന്നും. അപ്പൊ 10 into 6 60, 10 into 1/4 10 into 1/4. വേണമെങ്കിൽ 10ഉം 4ഉം കൂടെ 2 കൊണ്ട് വെട്ടിയിടാം. ഇവിടെ 5ഉം വരും, ഇവിടെ 2ഉം വരും. ഞാൻ പക്ഷെ തൽക്കാലം അങ്ങനെ ചെയ്യുന്നില്ല. അതെന്താ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് മനസ്സിലാകും. 10 into 1/4 ഞാൻ 10/4 എന്ന് എഴുതിയാൽ ശരിയാണോ? ആണെങ്കിലാണ്, അല്ലെങ്കിലല്ല. അപ്പൊ 1/4 into 6 എങ്ങനെ എഴുതും? 6/4 പ്ലസ് 1/4 into 1/4 1/16. ഇതിലാർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പോ 60 അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇനി നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്തുകൊണ്ടാണ് അവിടെ കട്ട് ചെയ്ത് എഴുതാൻ. ഞാൻ ഇതിന്റെ രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഒരേ നമ്പരാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ നമ്പർ എഴുതിയിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യുന്നു. 10 + 6 പ്ലസ് 1/1 അപ്പോ 60 പ്ലസ് 10 + 6 16/4 പ്ലസ് 1/16. അപ്പൊ 60 പ്ലസ് 16/4 എത്ര? 4 പ്ലസ് 1/16. 60 പ്ലസ് 4 64 പ്ലസ് 1/16. ആൻസർ 64 ആൻഡ് 1/16. എവിടെ കിട്ടിയോ? ഡൗട്ട് ഉള്ളവർ എഴുതിയെടുക്കാം. ഓൺലൈൻകാർക്ക് ഇങ്ങനെയാണോ ആൻസർ കിട്ടിയേ? അപ്പൊ എന്താണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം? നോക്കിക്കേ. ദ പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് 1400. അതായത് ഏതോ 2 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? 1400. 1400 കിട്ടി. അടുത്തത് ആൻഡ് ദെയർ സം ഈസ് 81. അതേ 2 നമ്പറുകൾ ആഡ് ചെയ്തപ്പോൾ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 81 കിട്ടി. അപ്പൊ ശ്രദ്ധിക്കണം, ഏതോ 2 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഗുണിച്ചപ്പോൾ 1400ഉം അതേ 2 നമ്പറുകൾ കൂട്ടിയപ്പോൾ ആഡ് ചെയ്തപ്പോൾ 81 കിട്ടി. എങ്കിൽ എന്താ ചോദ്യം? വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്? വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച് എന്ന് പറഞ്ഞ അർത്ഥം ഈ 2 നമ്പറുകളുടെ അടുത്ത 2 നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന
പ്രോഡക്റ്റ് എന്താണെന്നാണ് ചോദ്യം. ചോദ്യം എല്ലാവർക്കും മനസ്സിലായോ? ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കിയ ചോദ്യം. ഓൺലൈൻകാർക്ക് ചോദ്യം മനസ്സിലായോടെ? ആ അപ്പൊ നമുക്ക് ആൻസർ തുടങ്ങണമെങ്കിൽ 2 നമ്പർ വേണ്ടേ? എഴുതുക. ഫസ്റ്റ് നമ്പർ ഈക്വൽ ആൻസർ എന്ന് എഴുതിയിട്ട് ഫസ്റ്റ് നമ്പർ ഈക്വൽ ആൻസർ എന്ന് എഴുതിയിട്ട് ഫസ്റ്റ് നമ്പർ ഈക്വൽ ആദ്യത്തെ സംഖ്യ സമം സമം എക്സ്. അടുത്ത വരിയിൽ രണ്ടാമത്തെ സംഖ്യ സമം സെക്കൻഡ് നമ്പർ ഈക്വൽ ഒരു സെക്കൻഡ് നമ്പർ ഈക്വൽ വൈ. അപ്പൊ ചോദ്യത്തിൽ ആദ്യം ആരെ കുറിച്ചാ പറഞ്ഞേക്കുന്നത്? ആ 2 നമ്പറുകളുടെയും കൂടിയുള്ള പ്രോഡക്റ്റ്. അപ്പൊ എഴുതുക പ്രോഡക്റ്റ് ഈക്വൽ ഗുണനഫലം സമം ഗുണനഫലം സമം 1400. ബ്രാക്കറ്റിൽ എഴുതണം ഗിവൺ തന്നിട്ടുണ്ട്. ആരുടെ പ്രോഡക്റ്റ് ആരുടെ ഗുണനഫലം? ആരുടെ പ്രോഡക്റ്റ് ആരുടെ ഗുണനഫലം? എക്സിന്റെയും വൈയുടെയും. ആരുടെയാണ്? അപ്പോ പേജ് നമ്പർ 64 ക്വസ്റ്റ്യൻ നമ്പർ 2 കണ്ടോ? അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ വിച്ച് എംപ്ലൈസ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എഴുതുക. എക്സ് വൈ ഈസ് ഈക്വൽ ടു 1400 1400. ഓക്കെ. ഇനി അടുത്തൊന്ന് പറഞ്ഞേക്കും അവരുടെ സമ്മിനെ കുറിച്ച്. അപ്പൊ എഴുതുക സം ഈക്വൽ 81. അതും ബ്രാക്കറ്റിൽ എഴുതണം ഗിവൺ. വിച്ച് എംപ്ലൈസ് ആരുടെ സമ്മ? എക്സിന്റെയും വൈയുടെയും. അപ്പൊ എങ്ങനെ എഴുതും? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ഇവിടെ വരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി എന്തുവാ ചോദ്യം? വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്? ഈ ഓരോ ഈച്ചയുടെയും അടുത്തെന്നാണ് അർത്ഥം. അല്ല പിന്നെ ഈ ഓരോ നമ്പറിന്റെയും അടുത്ത നമ്പറുകളുടെ പ്രോഡക്റ്റ് ഗുണനഫലം എന്താണെന്നാണ്. അപ്പൊ അടുത്ത വരിയിൽ എഴുതുക പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്. പ്രോഡക്റ്റ് എന്തോ അപ്പോ വർക്ക് ബുക്കിൽ ഹോംവർക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നു. പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്. ഒരു നമ്പർ എക്സ് ആണെങ്കിൽ ഇതിന്റെ അടുത്ത നമ്പർ എത്ര? എഴുതുക എക്സ് പ്ലസ് 1 ഇൻറ്റു ഒരു ബ്രാക്കറ്റ് ഇട്ടാ മതി. രണ്ടാമത്തെ നമ്പർ വൈ ആണെങ്കിൽ ഇതിന്റെ അടുത്ത നമ്പര് വൈ പ്ലസ് ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ഇനി ബ്രാക്കറ്റ് ഗുണിക്കുന്നു പറഞ്ഞാട്ടെ. എക്സ് ഇൻറ്റു വൈ എക്സ് വൈ. എക്സ് ഇൻറ്റു 1 എക്സ്. 1 ഇൻറ്റു വൈ വൈ. 1 ഇൻറ്റു 1 1. ആണോ? ഇവരെ വല്ലവരെയൊക്കെ അറിയോ? ഇവരെ ആരെങ്കിലും ഒക്കെ അറിയോ? എക്സ് വൈ എത്രയാണ്? എക്സ് വൈ 1400 1400 പ്ലസ് എക്സ് പ്ലസ് വൈയുടെ വില 81 പ്ലസ് 1. ഇത് 300 കൂട്ടി പറഞ്ഞു 1400 81 ഒന്നുകൂടെ കൂട്ടി പറഞ്ഞു 1480. പിടികിട്ടിയോ? ഹലോ പിടികിട്ടിയോ? ഓൾ സ്റ്റാൻഡപ്പ് ഓൺലൈൻകാർക്ക് 3 പേർക്ക് മനസ്സിലായോ? എന്താണ് നമ്മുടെ ചോദ്യം?
The product of two odd numbers is 620. രണ്ട് ഓഡ് നമ്പറുകളുടെ രണ്ട് ഒറ്റ സംഖ്യകളുടെ പ്രോഡക്റ്റ് ഗുണനഫലം എത്രയാണ്? 621. ആരെടുത്ത് ഗുണിച്ചപ്പോഴാ? രണ്ട് ഓഡ് നമ്പറുകളെ രണ്ട് ഒറ്റ സംഖ്യകളെ ഗുണിച്ചപ്പോ 620. അതായത് ഒരു ഓഡ് നമ്പർ ഇൻറ്റു മറ്റൊരു ഓഡ് നമ്പർ ചെയ്തപ്പോ 621 കിട്ടി. ഒരൊറ്റ സംഖ്യയെ അനാമികെ മറ്റൊരൊറ്റ സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 621 കിട്ടി. ഇനി എന്താ ചോദ്യം? അവരുടെ സം എത്രയാണ്? ഈ രണ്ട് ഓഡ് നമ്പറുകളുടെയും കൂടിയുള്ള സം എത്രയാണ്? എത്ര? 50. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ചോദ്യം? വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്? ഈ രണ്ട് ഓഡ് നമ്പറുകളുടെ ഒറ്റ സംഖ്യകളുടെ അടുത്ത രണ്ട് ഓഡ് നമ്പറുകളുടെ ഒറ്റ സംഖ്യകളുടെ ഐശ്വര്യയെ ഗുണനഫലം പ്രോഡക്റ്റ് എന്താണെന്നാണ് ചോദ്യം. ചോദ്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഓൺലൈൻകാർക്ക് ചോദ്യത്തിൽ സംശയമുണ്ടോ? ഇല്ല. അപ്പൊ എഴുതിക്കോളൂ. The two odd numbers be x comma y. The two odd numbers be x comma y. അല്ലാണ്ട് കരുതുക, രണ്ട് ഒറ്റ സംഖ്യകൾ x കോമ y എന്നിരിക്കട്ടെ. ഓക്കെ. ഇനി ക്വസ്റ്റ്യനകത്തിൽ ആദ്യം എന്തോ പറഞ്ഞേക്കുന്ന അവരുടെ പ്രോഡക്റ്റ് അനാമികെ, അവരുടെ പ്രോഡക്റ്റ്. അപ്പൊ എഴുതുക പ്രോഡക്റ്റ് ഈക്വൽ എത്രയാണ് ഹേ പ്രോഡക്റ്റ്? 621. 621. ആരുടെ പ്രോഡക്റ്റ്? ആരുടെ ഗുണനഫലം? എക്സിന്റെയും. അപ്പൊ എഴുതുക വിച്ച് ഇംപ്ലൈസ് xy is equal to 621. 621. നസ്ര ഇതൊക്കെ എഴുതുന്നുണ്ടോ? ഉണ്ട്. ഇനി അടുത്തത് ഇവരുടെ എന്തിനെ കുറിച്ചാ പറഞ്ഞേക്കുന്നത്? സം. അപ്പൊ എഴുതുക സം ഈക്വൽ 50. തുക സമം 50. ഇതിന്റെ ബ്രാക്കറ്റിൽ എഴുതണം ഗിവൺ തന്നിട്ടുണ്ട്. വിച്ച് എംപ്ലൈസ് ആരുടെ സമ്മ ആരുടെ തുക? അപ്പൊ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 50. 50. അത്ര കുഴപ്പമൊന്നുമില്ലല്ലോ. സിദ്ധാരമ്മയുടെ അത്ര എഴുതിയോ? അപ്പൊ ഇനി എന്തോ ചോദ്യം? പ്രോഡക്റ്റ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്. എഴുതുക അടുത്ത വരിയില് പ്രോഡക്റ്റ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്. അപ്പോ മലയാളത്തിൽ എന്തോ ചോദ്യം? പ്രോഡക്റ്റ് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 621 50 തുക 50. ഒറ്റ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്താണ്? അപ്പൊ എഴുതുക തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം. തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം. തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം. പ്രോഡക്റ്റ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്. ശ്രദ്ധിക്കാം, വെറുതെ വായിത്തൊന്നും വിവരക്കേട് വിളിച്ച് പറയരുത്, ആലോചിച്ച് ഉത്തരം പറയണം. ഒരു ഓഡ് നമ്പർ എക്സ് ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ഓഡ് നമ്പർ എന്താണ്? എക്സ് പ്ലസ് 1 അല്ലേ? കാരണം ഓഡ് നമ്പർ പോകുന്നത് 1, 3, 5 എക്സെട്ര എന്നിങ്ങനെ എത്രന്റെ ഡിഫറൻസിലാണ്? നേരെ ഇരിക്കും, 2ന്റെ ഡിഫറൻസിൽ. എത്ര ഡിഫറൻസിലാ? അപ്പൊ ആദ്യത്തെ നമ്പർ എക്സ് ആണെങ്കിൽ അതിന്റെ അടുത്ത നമ്പർ എങ്ങനെ എടുക്കും? എക്സ് പ്ലസ്. അനാമികെ ശ്രദ്ധിക്കും. അപ്പോ അടുത്ത ഓഡ് നമ്പർ നമ്മൾ y എന്നല്ലേ എടുത്തേക്കുന്നത്? അപ്പൊ അതിന്റെ അടുത്ത ഓഡ് നമ്പരോ y +2. ഇവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോ
എക്സ് പ്ലസ് ടു ഇൻറ്റു വൈ പ്ലസ് ടു അല്ലേ? അപ്പൊ എഴുതുക ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ടു ഇൻറ്റു വൈ പ്ലസ് ടു ബ്രാക്കറ്റ് ഗുണിച്ച് പറഞ്ഞാട്ടെ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ എക്സ് ഇൻറ്റു ടു എക്സ് ടു എന്ന് നമ്മൾ എഴുതത്തില്ല 2x പ്ലസ് 2 ഇൻറ്റു വൈ 2y 2 ഇൻറ്റു 2 4. അപ്പൊ എക്സ് വൈ ഒന്ന് ശ്രദ്ധിക്കുക 2x 2y ആരെയെങ്കിലും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുമോ? 2നെ അപ്പൊ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഓക്കെ. ഇതിൽ ആരുടെയെങ്കിലും വില അറിയാമോ? ഇല്ല, അറിയത്തില്ല. എക്സ് വൈയുടെ വില അറിയ എത്ര? 621 621 പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈയുടെ വില 50 50 പ്ലസ് 4 അപ്പോൾ 621 പ്ലസ് 2 ഗുണം 9 100 പ്ലസ് 4 ആഡ് ചെയ്ത് പറഞ്ഞാട്ടെ 621 720 725. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. ഓൺലൈൻകാർക്ക് ഇങ്ങനെയാണോ ആൻസർ കിട്ടിയേ? Yes, sir. ഓക്കെ. അപ്പൊ ആ കണക്കോട് കൂടി എന്ത് അവസാനിച്ചു? ഫസ്റ്റ് സെക്ഷനും ഫസ്റ്റ് എക്സസൈസും അവസാനിച്ചു. ഓക്കെ. ഓൾ സ്റ്റാൻഡ്